ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വളരെ പണ്ട് വളരെ കുറച്ച് പ്രധാനപ്പെട്ട തീർത്ഥ സ്ഥലങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ പലതിനെയും അനുകരിച്ചുകൊണ്ട് പലരും പുതിയ പുതിയ തീർത്ഥ സങ്കേതങ്ങൾ പടുത്തുയർത്തുന്നുണ്ട്. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ യാന്ത്രികമായിട്ട് ആണ് സംഭവിപ്പിക്കുന്നത്. മഹർഷിമാരുടെ കൺസെപ്റ്റിൽ, കാഴ്ചപ്പാടിൽ തീർത്ഥം എന്ന് പറയുന്നത് ഒരു നദി വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ കിടക്കുന്നത് ഈ പുണ്യ നദിക്കരയിൽ ഉള്ള സ്ഥലമാണ് തീർത്ഥം അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ആ തീർത്ഥ അല്ലെങ്കിൽ നദീതടത്തിൽ അല്ലെങ്കിൽ നദികളുടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഹാത്മാക്കളായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടും ആത്മസാക്ഷാത്കാരം നേടിയവരായിട്ടുമുള്ള മഹാത്മാക്കൾ അധിവസിക്കുന്നുണ്ടാകും. ചിലരെ നമുക്ക് തിരിച്ചറിയാം, ചിലരെ നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കൾ എവിടെയാണോ താമസിക്കുന്നത്, ഭൂരിഭാഗവും അവർ ഇതുപോലെ നദീതീരങ്ങളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാണാൻ വരുമ്പോൾ അവരെ നദിയിൽ കുളിക്കുകയും അതിനുശേഷം പ്രാർത്ഥനകളൊക്കെ ചൊല്ലി സത്സംഗങ്ങളൊക്കെ കേട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അതായിരുന്നു അന്നും ഇപ്പോഴുമുള്ള നമ്മുടെ സങ്കല്പങ്ങൾ. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുഗ്രഹിച്ച ഈ ശിവഗിരി തീർത്ഥാടനത്തിന് അറിവിൻ്റെ തീർത്ഥാടനം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം പൊതുവെ ഉപരിപ്ലവമായിട്ട് പറയുമ്പോൾ 8 വിഷയങ്ങളെക്കുറിച്ച് ഗുരു പറയുകയും ആ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ നമ്മൾ പ്രസംഗിപ്പിക്കുവാനായിട്ട് വിളിക്കുകയും ആ പ്രസംഗങ്ങളൊക്കെ കേട്ട് സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള അറിവിൻ്റെ ഒരു തീർത്ഥാടനം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ, സങ്കല്പത്തിൽ നമുക്കതിനെ കാണാവുന്നതാണ്. എന്നാൽ ഒരു ജ്ഞാനഗംഗ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക്, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ഈ ഒരു സങ്കല്പമല്ല അവിടെ വരുന്നത്. ഗുരു എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപനാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് ഗുരു പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ ഗുരുവെന്ന് പറയുന്ന ആ മഹാത്മാവ് പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന അറിവ് തന്നെയാണ്. ആ ഗുരുവിനെ ദർശിച്ച് മടങ്ങുമ്പോൾ ആ ജ്ഞാനമാകുന്ന ഗംഗയിൽ മുങ്ങി നമ്മൾ, ദർശനം എന്ന് പറയുന്നത് അവിടെ പിന്നെ മുങ്ങുക എന്നുള്ള മടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് ശുചിത്വം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ശുദ്ധി സംഭവിക്കുകയും നമ്മൾക്ക് ആത്മസാക്ഷാത്കാരം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജ്ഞാന ഗംഗയിൽ മുങ്ങി തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആ മഹാഗുരുവിൻ്റെ പ്രസാദം കൊണ്ട് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന ഈ വാസനകളെ നമുക്ക് എരിച്ചു ചാമ്പലാക്കി ശരിയായ രീതിയിലുള്ള ആ ഒരു സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃതകൃത്യതയോടുകൂടി നമ്മൾക്ക് ഇവിടം വിട്ട് പോകാൻ കിട്ടുന്ന അവസരം. അപ്പം അങ്ങനെ ഒരു ജ്ഞാനഗംഗ, അങ്ങനൊരു ജ്ഞാനഗംഗയിൽ നമ്മൾ മുങ്ങിക്കുളിച്ച് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഔന്നത്യം, ആത്യന്തികമായിട്ടുള്ളൊരു സുഖം
ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിൽ ലാളിത്യം, നമുക്ക് എളിമയുണ്ടാകണം. ആ ഗുരുസവിധത്തിലേക്ക് പോകുമ്പോൾ അവിടെ വഴക്കും വയ്യാവലികളും ഒന്നും ഉണ്ടാകാതിരിക്കണം. നമ്മുടെ കുശുമ്പും കുന്നായ്മയൊക്കെ ഇല്ലാതിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആ ഒരു ജ്ഞാന ഗംഗയിൽ ശരിക്കും ഗുരുസ്വരൂപത്തെയാണ് തീർച്ചയായിട്ടും കിട്ടൻ റൈറ്ററൊക്കെ അനുമതി ചോദിക്കുമ്പോൾ കിട്ടൻ റൈറ്റർ പറയുന്നുണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ വേറൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലേ? ഒരുപക്ഷെ അവർ വിചാരിച്ചത് ഗുരു മറ്റ് യാത്രകൾക്കൊന്നും പോകാതെ ശിവഗിരിയിൽ തന്നെ ഉണ്ടാകണം. 30, 31 ജനുവരി 1 ഒക്കെ ഗുരു അവിടെ വിരാജമാനനായിരിക്കണം. കാരണം വരുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം ചെയ്ത് മടങ്ങുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദർശനത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് ഈ അറിവിൻ്റെ തലത്തിൽ നമ്മൾ സംഭവിപ്പിക്കുമ്പോഴോ തീർച്ചയായിട്ടും അപ്പോഴാണ് ഇത് അർത്ഥവത്താകുന്നത്. ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും അതിനെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.